ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഫസ്റ്റ് ജനറേഷൻ സ്കോർപ്പിയോയുടെ ലാസ്റ്റ് വേർഷൻ, അതായത് ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്ന വേർഷൻ വരെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രാഷ് ടെസ്റ്റ് ഗ്ലോബൽ എൻക്യാപ്പ് ചെയ്ത സമയത്ത് ആ വാഹനത്തിന് 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ അത് എയർ ബാഗ് ഒന്നും ഇല്ലാത്ത മോഡലായിരുന്നു. സ്റ്റിൽ ആ വാഹനത്തിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് അത്ര ഗംഭീരമൊന്നും ആയിരുന്നില്ല. ഓൺ റോഡ് സേഫ്റ്റി നോക്കുകയാണെങ്കിലും വളരെ നല്ലതൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാൽ പുതിയ സ്കോർപ്പിയോയുടെ കേസിൽ അതല്ല. മഹീന്ദ്ര ഇപ്പോൾ ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ട് പുതിയ സ്കോർപ്പിയോയുടെ സേഫ്റ്റിയെ പറ്റി. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മഹീന്ദ്ര XUV മേക്സ് ഇവൻ ദ ക്രാഷ് ടൈം ഫീൽ സേഫ് എന്നാണ്. ഇതിപ്പോൾ പുതിയ സ്കോർപ്പിയോ ഉദ്ദേശിച്ചാണ് ഇവർ പറയുന്നത്. മിക്കവാറും ഈ വാഹനത്തിന് ലോഞ്ച് ടൈം ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സും വരാണ്ടൊരു സാധ്യതയുണ്ട്. ഇനി അഥവാ അതിൽ എന്തെങ്കിലും വേറെ കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ 5 സ്റ്റാറോ അല്ലെങ്കിൽ 4 സ്റ്റാർ അച്ചീവ് ചെയ്യേണ്ടവർ എന്തായാലും റിസൾട്ട്സ് പുറത്തു വിടാനും പോകുന്നില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ അടുത്ത് വരുന്ന മഹീന്ദ്ര അതുപോലെ ടാറ്റ വാഹനങ്ങളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 4 സ്റ്റാർസ് തീർച്ചയായും കിട്ടുന്നുണ്ട്. ഥാറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഥാർ ഒരു ബോഡി ഓൺ ഫ്രെയിം SUV ആണ്. അതായത് ഒരു ടിപ്പിക്കൽ SUV എന്താണോ അതാണ് ഥാർ. അത് മോണോക്കോക്കൊന്നുമല്ല, മാത്രമല്ല റിയർ വീൽ ഡ്രൈവ് ആണ്. അങ്ങനത്തെ ഒരു വാഹനത്തിന് പോലും 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഗ്ലോബൽ എൻക്യാപ്പിൽ കിട്ടിയതാണ്. എന്തായാലും അതിൻ്റെ AX മോഡൽസിനൊന്നും കിട്ടില്ലായിരുന്നു. അതായത് സൈഡ് ബൈ സൈഡ് ഫേസിംഗ് സീറ്റ്സ് ഉള്ള വാഹനങ്ങൾക്കൊന്നും കിട്ടില്ലായിരുന്നു, കാരണം അതിൽ സീറ്റ് ബെൽറ്റ് പോലും ഇല്ലായിരുന്നു. പക്ഷെ അതല്ലാത്ത മോഡൽസ് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ എന്തായാലും ഈ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല നല്ല സേഫ്റ്റി ഉണ്ട്. ഇനി പുതിയ സ്കോർപ്പിയോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് നല്ലതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഥാറിന് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടുമെങ്കിൽ ഏകദേശം ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ആക്ച്വലി ഥാറിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പഴയ സ്കോർപ്പിയോയുടെയും അതുപോലെ TUV300 ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിൻ്റെ ആ ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോം അതിൽ മഹീന്ദ്ര വരുത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻസ് കൊണ്ടായിരിക്കാം ആ വാഹനത്തിന് നല്ല ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് വന്നത്. ഇതിൻ്റെ കാര്യം അതുപോലൊക്കെ തന്നെയായിരിക്കും. എന്തായാലും ഈ വാഹനത്തിന് പഴയ സ്കോർപ്പിയോ പോലെ 2 എയർ ബാഗ്സ് ഒന്നും ആയിരിക്കില്ല ടോപ്പ് മോഡൽ വരാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ 6 എയർ ബാഗ്സ് എങ്കിലും കിട്ടും. അതിൻ്റെ സൈഡിലാണെങ്കിൽ തന്നെ ഇതിൻ്റെ കുറച്ച് സ്പൈ ഷോട്ട്സ് ഒക്കെ വന്ന സമയത്ത് എയർ ബാഗിൻ്റെ ബാഡ്ജിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 7 എയർ ബാഗ്സ് ഈ ഒരു വാഹനത്തിന് ടോപ്പ് മോഡൽ കിട്ടുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. XUV 700 തന്നെ 7 എയർ ബാഗ്സ് നമുക്ക് ടോപ്പ് മോഡലൊക്കെ കിട്ടുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ആവട്ടെ, അതിപ്പോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ആവട്ടെ, ട്രാക്ഷൻ കൺട്രോൾ ആവട്ടെ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ആവട്ടെ, ഹിൽ ഡിസിംഗ് കൺട്രോൾ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലും വരേണ്ടത് തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ വാഹനത്തിന് സേഫ്റ്റിയുടെ കാര്യത്തിലൊരു കുറവുണ്ടാവില്ല. ഞാനിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ്. പിന്നെ സ്കോർപ്പിയോയും ഥാർ പോലെ തന്നെ ഒരു ബോഡി ഓൺ ലാഡർ വാഹനമാണ്. അതുകൊണ്ട് ഈ വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും ഈ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് വരുന്ന സമയത്ത്. അതുകൊണ്ട് 5 സ്റ്റാർ കിട്ടിയില്ലെങ്കിലും നമ്മൾ ആരും വലിയ കാര്യമായിട്ട് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 4 സ്റ്റാർ ഏറ്റവും കുറഞ്ഞത് ഈ ഒരു വാഹനത്തിന് കിട്ടുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് പോകാം. ഇനി ഈ വാഹനത്തിൻ്റെ ലോഞ്ചിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ മഹീന്ദ്ര 2002 ജൂൺ 20 ആദ്യമായി സ്കോർപ്പിയോ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ സ്കോർപ്പിയോയുടെ 20ാമത്തെ ആനിവേഴ്സറിക്ക് തന്നെയായിരിക്കും ഈ വാഹനത്തിൻ്റെ അൺവെയിലിംഗ് മിക്കവാറും വെക്കാൻ പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് കിട്ടുന്നത്. അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ എന്തായാലും ഈ വരാൻ പോകുന്ന ജൂൺ 20 ഈ വാഹനത്തിന് അൺവെയിലിംഗ് ഉണ്ടാകുന്നതായിരിക്കും. അത് അൺവെയിലിംഗ് മാത്രമായിരിക്കും. ഇതിൻ്റെ പ്രൈസ് ഒന്നും ആ സമയത്ത് പറയില്ല. പ്രൈസ് ഇപ്പോൾ നമ്മുടെ ടിപ്പിക്കൽ മഹീന്ദ്ര ഫാഷൻ അനുസരിച്ച് മിക്കവാറും അടുത്ത മാസം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള മാസം, അതായത് ഒന്നെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിനായിരിക്കും ഇവർ ഈ വാഹനത്തിൻ്റെ പ്രൈസ് പറയാൻ പോകുന്നത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ 2.2 ലിറ്റർ ഥാറിൽ വരുന്ന എംഹോക്ക് എഞ്ചിനും അതുപോലെ 2 ലിറ്റർ എംസ്റ്റാലിംഗ് ടെർബോ പെട്രോൾ എഞ്ചിനും ആയിരിക്കും വരാൻ പോകുന്നത്. രണ്ടിനെ പവർ ഫിഗേഴ്സ് ഒന്നും ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ എന്തായാലും ഒരു 130 bhp പവറുള്ള ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. കാരണം ഇതിൻ്റെ ടെസ്റ്റിംഗ് മോഡൽ അങ്ങനെ ഒരു ബാഡ്ജിങ് ഉണ്ടായിരുന്നു. എംഹോക്ക് 130 ഒരു ബാഡ്ജിങ് ഉണ്ടായിരുന്നു. എന്തായാലും ടോപ്പ് മോഡലിലേക്ക് വരുമ്പോൾ സ്കോർപ്പിയോയിൽ എപ്പോഴും അങ്ങനെയായിരുന്നു. ബേസ് മോഡൽ പവർ കുറവ്, ടോപ്പ് മോഡലിലേക്ക് വരുമ്പോൾ പവർ കൂടുതൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിനും ചിലപ്പോൾ ആ ഒരു ട്രെൻഡ് അവർ ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടോപ്പ് മോഡലിലേക്ക് വരുമ്പോൾ എന്തായാലും ഏകദേശം 155 bhp പവറുള്ള 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ അവൈലബിൾ ആയിരിക്കും. പെട്രോളിൻ്റെ പവർ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 170 PS അടുത്തായിരിക്കുന്ന. എന്തായാലും പെട്രോളിൻ്റെ പവറിൽ അവർ ഇതുവരെ ഇറക്കിയിട്ടുള്ള വാഹനങ്ങളിലൊന്നും ഓൾട്ടറേഷൻസ് വരുത്തിയിട്ടില്ല ബേസ് മോഡലും ടോപ്പ് മോഡൽ തമ്മിൽ. എന്തായാലും ഈ വാഹനത്തിൽ മാനുവലും 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഒക്കെ എന്തായാലും അവൈലബിൾ ആയിരിക്കും. എനിവേ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.